ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു അലുവ തയ്യാറാക്കാം. ഒരു തുള്ളി നെയ്യോ എണ്ണയോ ചേർക്കാതെയാണ് ഈ അലുവ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് വേഗത്തിൽ നോക്കി വരാം. അപ്പോൾ നമുക്ക് അലുവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് വെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാമേ. ഒരുപാട് ടൈറ്റിലല്ല, ഇങ്ങനെ ഒരു കുഴഞ്ഞ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം ഞാനിതിവിടെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുത്ത അതേ അളവിൽ തന്നെ ഒരു കപ്പ് അളവിൽ ശർക്കരപ്പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടി നമുക്കിവിടെ മാറ്റി വെക്കാം. ഇത് അരിച്ച് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അരമുറി തേങ്ങ കൊത്തിയെടുത്താണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്കായും കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ഒരു 2.5 കപ്പ് അളവിൽ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും കൂടെ ഞാൻ ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗോതമ്പ് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒരു 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമ്മൾ കൈവച്ച് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ഇതിൻ്റെ പാല് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇത് ഇങ്ങനെ ഞെരടി പിഴിയുമ്പോൾ കണ്ടത് ഇങ്ങനെ ചണ്ടിയായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഞെരടി പിഴിയാം. ഒരു 2-3 മിനിറ്റോളം നമ്മളിങ്ങനെ തിരുമ്മി പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഗോതമ്പിൻ്റെ പാല് മാത്രമായിട്ട് ഒന്ന് അരിച്ചെടുക്കാൻ പറ്റുമേ. ഗോതമ്പ് മാവ് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹലുവ തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഗോതമ്പിൻ്റെ മാവ് കലക്കിയത് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. കൈവച്ച് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വേണ്ടത് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റാണ്, നമുക്കിത് കളയാം. ഇപ്പോൾ നമുക്ക് ഗോതമ്പിൻ്റെ ഈ പാല് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് ചൂടാക്കാം. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഈ ഗോതമ്പിൻ്റെ പാല് ഒന്ന് കുറുക്കി എടുക്കാം. ഇപ്പോൾ മാവ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. വേണ്ടേ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി ഗോതമ്പ് മാവിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാമേ.
നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉരുക്കി മാറ്റി വെച്ചിരുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ അലുവയിൽ ഒരു തുള്ളി നെയ്യ് പോലും ചേർക്കുന്നില്ല. തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയിലാണ് നമ്മൾ ഈ അലുവ തയ്യാറാക്കിയെടുക്കുന്നത്. നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും സിമ്മിലേക്ക് നമുക്ക് ഫ്ലെയിം മാറ്റാം. എന്നിട്ട് നന്നായിട്ട് അലുവ പരുവം ആകുന്ന വരെ നമുക്കിത് കുറുക്കിയെടുക്കാം. അലുവ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും തീ കുറച്ച് വെച്ച് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ വേണം അലുവ പാകപ്പെടുത്തിയെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെയൊന്നും ചെയ്യരുത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തീ സിമ്മിലേക്ക് മാറ്റി കൊടുക്കാമേ. ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അലുവ അതിൻ്റെ കറക്റ്റ് പരുവത്തിനായി വരത്തുള്ളേ. ഈ സമയം ഞാൻ അലുവ റെഡി ആകുമ്പോഴത്തേനും ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു മോൾഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ നെയ്യൊന്നും തൂത്തിട്ടില്ല, വെളിച്ചെണ്ണ തന്നെയാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ കാഷ്യൂ നട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അലുവ സൈഡിൽ നിന്ന് വിട്ട് വരാവുന്ന പാകമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഞുറുക്കിയതും കുറച്ച് വെളുത്ത എള്ളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം 1 ടീസ്പൂൺ അളവിൽ എള്ള്, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട് ഞുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 കാഷ്യൂ നട്ടോളം വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ സീഡ് അതുപോലെ തന്നെ പംകിൻ സീഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഏകദേശം അലുവ പരുവമായിട്ടുണ്ട്. കാരണം സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കേട്ടോ. ഇതിങ്ങനെ സ്പൂണിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങുന്ന ഒരു പരുവമാകുമ്പോഴത്തേനും നമുക്ക് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പം നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. കുറച്ച് എണ്ണയോ നെയ്യോ നമുക്ക് ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തത്. കാരണം ഞാൻ ഈ അലുവ പ്രിപ്പയർ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിലോ കാഷ്യൂ നട്ട് വറക്കാനോ ഒന്നും നെയ്യ് ഉപയോഗിച്ചിട്ടേ ഇല്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അലുവയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ അലുവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. സൈഡിൽ നിന്നെല്ലാം നന്നായിട്ടൊന്ന് വെടിപ്പിച്ചെടുക്കാം. ഇതേണ്ടേ നമ്മുടെ അലുവ ഇവിടെ കറക്റ്റ് പാകത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ അലുവ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.